ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഈശോയുടെ അടുത്ത് നമ്മളിങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു ദിവസം കൗൺസിലിംഗ് റൂമിലെ മരിയൻ കൂടാരത്തിൽ ഞാനിരിക്കുമ്പോൾ ഒരു മകൾ ഓടി വന്ന് വളരെയധികം കരഞ്ഞിട്ട് പറയുകയാണ്, സിസ്റ്റർ, എനിക്ക് ആദ്യം 2 കുട്ടികളുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത് ഞാൻ പ്രഗ്നൻ്റായി. 3 മാസമായപ്പോൾ അത് ബ്ലീഡിങ് വന്ന് അത് എബോർഷനായിപ്പോയി. വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ധാരാളം മക്കൾ വേണമെന്ന്, അവർ പ്രോ ലൈഫിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്, ധാരാളം മക്കൾ വേണമെന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ രണ്ടാമതും പ്രഗ്നൻ്റായി. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എനിക്കൊരു കുഞ്ഞ് വീണ്ടും വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 4-ാം മാസത്തിൽ അതും ബ്ലീഡിങ് ആയിട്ട് പോയി. വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി സിസ്റ്റർ. 3 തവണ ബ്ലീഡിങ് ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് അപ്പോൾ അത് തനിയെ പോയി, അബോർഷനായി പോയി. സിസ്റ്റർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് കുഞ്ഞുങ്ങളെ വേണം, എനിക്കൊരു കുഞ്ഞും കൂടി വേണം, 1-2 കുഞ്ഞുങ്ങൾ വേണം, സിസേറിയൻ ആയാലും കുഴപ്പമില്ല സിസ്റ്റർ. എനിക്ക് ശരിക്കും ആ കരച്ചിൽ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഞാൻ കൗൺസിലിങ്ങിന് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നു. അതിലൊരു മകളാണ് ഓടി വന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അന്ന് ബ്ലീഡിങ് ആയിട്ട് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പിന്നീട് കൗൺസിലിംഗ് ഡേ ഓടി വന്നേക്കാണ്. ഒരുപാട് മാതാവിൽ പ്രാർത്ഥിച്ച് ഈശോയോട് പറഞ്ഞു, ഈശോയെ, എത്രയോ മക്കൾ ഗർഭപാത്രം അറവുശാലിയാക്കി മാറ്റുന്നു. ഈ മകൾ ഒരു കുഞ്ഞിന് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഈശോ കേൾക്കണം. പരിശുദ്ധ അമ്മേ, സങ്കീർത്തനങ്ങൾ 127:3, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ മകള്, പ്രിയപ്പെട്ടവരെ, അടുത്ത മാസം അവൾ ഓടി വന്നിട്ട് പറയാണ്, സിസ്റ്റർ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞാൻ കുറേ പറഞ്ഞു യാത്ര ചെയ്യരുത്, എപ്പോഴും ബെഡിൽ കിടക്കണം, മദറിലോ അവൾക്ക് എല്ലാ ഭക്ഷണവും മുറിയിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം, എപ്പോഴും ബൈബിൾ ഉറക്കെ വായിക്കണം, വചനം ഉരുവിടണം, ഓശാന 1000 തവണ എഴുതണം, അങ്ങനെ പറഞ്ഞു. ഈ അടുത്ത ദിവസം ഒരു ധ്യാനം നടത്താനായിട്ട് ചെല്ലുമ്പോൾ വെളുത്ത് ഒരു കുഞ്ഞു മകൾ ആ ഗ്രൗണ്ടിൽ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ആ കുഞ്ഞിനോട് അഭേദ്യമായ ഒരു ആകർഷണം. ഞാനപ്പോൾ ചോദിച്ച് പറയാണ്, സിസ്റ്റർ, ആ കരഞ്ഞു വന്നത് ഞാനായിരുന്നു. പിന്നീട് സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റർ ഗർഭപാത്രത്തിനോട് കൈവച്ച് ഒരുപാട് പ്രാർത്ഥിച്ചില്ലേ, ഒരുപാട് വചനം ഉരുവിട്ടില്ലേ, ആ മകളാണിത്, കുഞ്ഞു മകള്. കണ്ടു കഴിഞ്ഞാൽ മാലാഖ കുഞ്ഞിൻ്റെ പോലെ കുഞ്ഞു ഉണ്ണി നടന്നു തുടങ്ങിയിട്ടുള്ളൂ. അവിടെ മുഴുവൻ ഓടി നടക്കുകയാണ്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, എത്രയോ മക്കളാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്നത്. അവരെയൊന്നും പിന്നീട് ഒരിക്കലും കാണുന്നില്ല. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ അറിയുന്നില്ല, കുഞ്ഞ് ജനിച്ചോ ആയോ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഒരുപാട് ഓർമ്മകളുമായിട്ട് ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ ഈശോയുടെ നന്ദി മാത്രമേ പറയാനുള്ളൂ. ഈശോയെ, അങ്ങ് ഈ കൊച്ചുപകരണത്തെ എത്രമാത്രം അങ്ങ് ഉപയോഗിക്കുന്നു, എത്രമാത്രം അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ് അങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ.